ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ലൈക്കും കമൻറ്റും ഷെയറും കൂടി ചെയ്യുക. ടിപ്സിലേക്ക് കടക്കാം. ചില റെസിപ്പികളൊക്കെ ഉണ്ടാക്കുമ്പോൾ സവാള ആവശ്യമാണ്. അതിലേക്ക് ഒരു 10-15 സവാള നമുക്ക് ഇതുപോലെ തൊലി കളഞ്ഞ് എടുത്ത് വെക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് പണിയൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതൊരു 15ഓളം സവാള ഉണ്ട്. ഇത് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. തൊലി കളഞ്ഞ സവാള നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. അതിൻ്റെ മുകളിലുള്ള കളറൊക്കെ ഒന്ന് നന്നായിട്ട് വറുതി കളയുക. 2-3 പ്രാവശ്യം ഇതുപോലെ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. കഴുകിയെടുത്തിട്ട് ഈ വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം. സവാളമ്മ തീരെ നനവ് ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ആകുമ്പോൾ ഈ സവാള പെട്ടെന്ന് തന്നെ കേടുവരും. അപ്പോൾ ഇതുപോലെ ഒരു തുണി വെച്ച് ഇത് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക. സവാള ഇതുപോലെ നന്നായിട്ടൊന്ന് തുടച്ചെടുത്ത് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ എല്ലാതും ചെയ്തെടുക്കുക. ഇങ്ങനെ സവാള എടുത്ത് വെക്കുകയാണെങ്കിൽ ഒരാഴ്ചയൊക്കെ നമുക്ക് ഈ സവാള എടുത്ത് വെക്കാൻ പറ്റും. ആയിട്ട് എല്ലാ സവാളയും തുടച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം. നമ്മുടെ വീട്ടിൽ പഴയ മോപ്പൊക്കെ ഉണ്ടാവും, തുടക്കാൻ ഉപയോഗിക്കാത്ത മോപ്പിൻ്റെ ഇതുപോലെ പഴയ ടീഷർട്ട് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നല്ല കട്ടിയുള്ള മോപ്പ് റെഡിയാക്കി എടുക്കാം. ഈ കൈയിൻ്റെ ഭാഗവും കോളർ ഭാഗമൊക്കെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ചുള്ള കത്തി വെച്ചിട്ടാണ് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ സിസേഴ്സ് എടുത്താലും മതി. ഈ കൈഭാഗം കോളർ ഭാഗം ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ രണ്ടായിട്ടൊന്ന് കീറിയെടുക്കാം. 2 പീസാക്കിയിട്ട് എടുക്കുന്നുണ്ട്. 2 പീസാക്കി ഇതെടുത്തിട്ട് ഓരോ പീസും ഇതുപോലെ ഒന്ന് വിരിച്ചിട്ട് കൊടുത്തിട്ട് കുറച്ച് സ്പേസ് ഇട്ടിട്ട് ഒന്ന് പീസാക്കി എടുക്കുക. നന്നായിട്ടുണ്ട് മുറിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഇത്ര ഭാഗം മാറ്റി വെച്ചിട്ട് വേണം നമ്മളിത് പീസാക്കി എടുക്കാൻ. തുടക്കാൻ ഉപയോഗിക്കുന്നതൊക്കെ ആണെങ്കിൽ നമ്മൾ എപ്പോഴും കോട്ടൻ്റെ ഒക്കെ തുണി എടുക്കുന്നതാണ് നല്ലത്. അല്ലാതെ മാറാലൊക്കെ അടിക്കാനൊക്കെ ആണെങ്കിൽ നമുക്ക് ഏത് തരം തുണി എടുത്ത് ഇങ്ങനെ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ തുടക്കാനാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഒരെണ്ണം ആവുമ്പോൾ ഇത് നന്നായിട്ട് കനം കുറയും. അതുകൊണ്ടാണ് 2 ടീഷർട്ട് എടുത്തിട്ട് ഇതുപോലെ ആക്കി എടുക്കുന്നത്. ഒരെണ്ണം ഇതുപോലെ നന്നായിട്ടൊന്ന് പീസാക്കി എടുത്തിട്ടുണ്ട്. ഇത് കോട്ടൺ തുണി ആയതുകൊണ്ട് നമ്മൾ തറയൊക്കെ തുടക്കുമ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ പോരും. ഇത് കട്ട് ചെയ്ത പോലെ തന്നെ ടീഷർട്ടിൻ്റെ മറ്റേ ഭാഗവും ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ തന്നെ വേറൊരു ടീഷർട്ട് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കൈ ഭാഗം കോളർ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഉണ്ടാക്കാനുള്ള തുണിയൊക്കെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് 2 ഭാഗമായിട്ട് മടക്കി കൊടുത്തിട്ട് ഇതിലൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുത്താലും മതി. ഈ പിടിൻ്റെ ഉള്ളിൽ തുണി നന്നായിട്ട് ടൈറ്റ് ആയിട്ട് ഇരിക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് ഇളകി വരും. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഉറപ്പ് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. നാളെ വേറൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അല്ലാഹ്.